സജിത ആർ.വി. എഴുകോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ A&Tയുടെ അധ്യാപികയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് യൂണിറ്റ് 4.2 ഇൻകം ടാക്സ് ആക്ട്. ആദ്യം നമുക്ക് ടാക്സ് എന്താണെന്ന് നോക്കാം. ടാക്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദ നേഷൻ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ റവന്യൂ ആണ്, വരുമാനം എന്ന് പറയുന്നതാണ് ടാക്സ് അല്ലെങ്കിൽ നികുതി. It is a compulsory collection levied by the sovereign on its subject matter without any consideration. അപ്പോൾ ഒരു സ്റ്റേറ്റ് അതിൻ്റെ പ്രജകളിൽ മേൽ ചുമത്തുന്ന എമൗണ്ടിനെയാണ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്. ടാക്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ GST ആണ്. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സിൽ ഇൻകം ടാക്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. What is income tax? The tax levied and collected on the income earned by a person is called the income tax. അപ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനത്തിന് ചുമത്തുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്ന നികുതിയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. Every person whose taxable income in any previous year exceeds the non-taxable limit shall be liable to pay income tax at the rates in force during the current financial year. അപ്പോൾ ഓരോ വ്യക്തിയും അവരുടെ ടാക്സബിൾ ഇൻകം, പ്രീവിയസ് ഇയറിലെ ടാക്സബിൾ ഇൻകം നോൺ ടാക്സബിൾ ലിമിറ്റിന് അധികരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുമ്പോൾ അവരെന്ത് ചെയ്യണം, നിലവിലുള്ള ഇൻകം ടാക്സ് റേറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. The income tax law in India consists the following components. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ലോയിൽ കുറേ കോമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് റൂൾസ്, ഫിനാൻസ് ആക്ട്, സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, ലീഗൽ ഡിസിഷൻസ് ഓഫ് ദ കോർട്ട്. അപ്പോൾ ഇൻകം ടാക്സ് ലോയിലെ ഫസ്റ്റ് കോമ്പണൻ്റ് ആണ് ഇൻകം ടാക്സ് ആക്ട്. In India, Income Tax Act was passed in 1961 and came into force on 1st April 1962. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആക്ട് പാസ്സായത് 1961 പക്ഷെ നിലവിൽ വന്നത് 1st April 1962. It applies to whole of India including Jammu and Kashmir. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ബാധകമാണ് ഇൻകം ടാക്സ് ആക്ട്. ഇനി രണ്ടാമത്തത് ഇൻകം ടാക്സ് റൂൾസ്. അപ്പം റൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് നടത്തിക്കൊണ്ടു പോകാനുള്ള ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യുന്നത് CBDT അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. നോക്കിക്കേ, ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. For the proper administration of Income Tax Act, the CBDT frames rules from time to time. These rules are collectively called income tax rules. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് CBDTയുടെ കൈകളിലാണ്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആര്, CBDT. ഈ ഗൈഡ് ലൈൻസിൻ്റെ കളക്ഷനെയാണ് ഇൻകം ടാക്സ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോയിലെ അടുത്ത കാര്യം എന്താണ്, ഫിനാൻസ് ആക്ട് ആണ്. Every year, the Finance Minister of Government of India presents the budget in the Parliament. Once the finance bill is passed by the Parliament and gets approved by the President of India, it becomes the Finance Act. അപ്പോൾ നമുക്കറിയാം, എല്ലാ വർഷവും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് പാർലമെന്റിൽ പാസ്സാക്കിയതിന് ശേഷം പ്രസിഡന്റിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫിനാൻസ് ആക്ട് ആവും. അപ്പോൾ ഇൻകം ടാക്സ് റേറ്റ്സ് ഓരോ വർഷവും ഫിക്സ് ചെയ്യപ്പെടുന്നത് ഈ ഫിനാൻസ് ആക്ടിലാണ്. അടുത്ത പോയിന്റ് സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് ആണ്. Circulars are issued by CBDT from time to time to deal with certain specific problems and to clarify the doubts regarding the scope and meaning of the provisions. അതായത് സർക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ ഉത്തരവുകളാണ്, നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അറിയിപ്പുകളാണ്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് സമയാസമയങ്ങളിൽ ഈ ഇൻകം ടാക്സ് ആക്ടിനെ കുറിച്ചുണ്ടാകുന്ന സംശയങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് നൽകാൻ വേണ്ടിയിട്ട്
ഓരോ സമയാസമയങ്ങളിൽ ഇറക്കുന്ന ഉത്തരവുകളെയും അതുപോലെ തന്നെ അറിയിപ്പുകളെയുമാണ് സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറേ ബേസിക് ടേംസ് ഉണ്ട്. അപ്പം ബേസിക് ടേംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ഉള്ളത് പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യക്തികളാണ് അല്ലേ. അപ്പം ആക്ട് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ സെക്ഷൻ കോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന അതിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ആണ്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു നോക്കാം. ആൻ ഇൻഡിവിജ്വൽ, എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, എ കമ്പനി, എ ഫേം, an association of person or body of individuals, a local authority, every artificial judicial person. അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യക്തികളാകാം, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആകാം, അതായത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി സിസ്റ്റത്തിലാകാം, കമ്പനി ആകാം, ഫേം ആകാം. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറച്ച് പേര് ചേർന്ന് ട്രസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ക്ലബ്ബാകാം. പിന്നെ ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇതെല്ലാം ആകാം. എവറി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, അതായത് ലീഗൽ എൻറ്റിറ്റി ഉണ്ടല്ലോ, അതാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഏതിനെയും നമുക്ക് പേഴ്സണിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്തെ ബേസിക് ടേം അസസ്സി, സെക്ഷൻ 2 സബ്സെക്ഷൻ 7. അസസ്സി മീൻസ് വൺ ഹു ഈസ് അസസ്ഡ് ഓർ ഈസ് ലയബിൾ ടു പേ ടാക്സ്. അപ്പം ആരെയാണോ അസസ് ചെയ്യുന്നത് അയാളെ നമുക്ക് അസസ്സി എന്ന് പറയാം. അല്ലെങ്കിൽ ആരാണോ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായത് അയാളെ നമുക്ക് അസസ്സി എന്ന് പറയാം. അപ്പം അസസ്സിയിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു നോക്കാം. Assessee includes a person by whom any tax or any other sum is payable. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ടാക്സോ അല്ലെങ്കിൽ അതുപോലുള്ള എമൗണ്ട് നമ്മൾ ആക്ട് അനുസരിച്ച് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അയാളെ നമുക്ക് അസസ്സി എന്ന് പറയാം. A person in respect of whom any proceedings under the act is taken. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഏതെങ്കിലും വ്യക്തിയിൽ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ നമുക്ക് അസസ്സി എന്ന് പറയാം. അടുത്തത് ഡീംഡ് അസസ്സി. ഡീംഡ് അസസ്സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി ഒരു മൈനർ ആണെങ്കിൽ അയാൾക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റില്ല. അപ്പം അയാൾക്ക് വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ ആളെ നമുക്ക് ഡീംഡ് അസസ്സി എന്ന് പറയാം. അടുത്തത് അസസ്സി ബൈ ഡീഫോൾട്ട്, അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ അടയ്ക്കുന്നില്ല എങ്കിൽ അയാളെ നമുക്ക് അസസ്സി ബൈ ഡീഫോൾട്ട് എന്ന് പറയാം. അപ്പോൾ അസസ്സി നമുക്ക് പല കാറ്റഗറിയിലായിട്ട് തിരിക്കാം. എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഈസ് പേയബിൾ, എ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദ ആക്ട് ഈസ് ടേക്കൺ, deemed assessee by default. അടുത്ത ബേസിക് ടേം പ്രീവിയസ് ഇയർ, സെക്ഷൻ 3. The year in which income is earned is called previous year. അപ്പം ഏത് വർഷമാണോ വരുമാനം ഉണ്ടാകുന്നത് ആ വർഷത്തെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. It is a period of 12 months commencing on 1st April immediately preceding the assessment year. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള 12 മാസം, അത് 1st April തുടങ്ങുന്നതാണ്. ആ പീരീഡിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ? ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷത്തിനെ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയും. അടുത്ത ബേസിക് ടേം ആണ് അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറിന്റെ സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 9. It is the year in which tax is paid on the income earned during the previous year. നമുക്ക് പ്രീവിയസ് ഇയറിൽ ഇൻകം കിട്ടി, ആ ഇൻകത്തിൻ്റെ ടാക്സ് അടയ്ക്കുന്ന വർഷത്തിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം കിട്ടുമ്പോൾ അതിൻ്റെ അടുത്ത വർഷമാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ പ്രീവിയസ് ഇയറിന് തൊട്ടടുത്ത വർഷത്തിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് 12 months commencing on 1st April every year and ending on 31st March of next year. അപ്പം ഒരു വർഷത്തെ 1st April തുടങ്ങി അടുത്ത വർഷത്തെ 31st March എൻഡ് ചെയ്യുന്ന 12 months ഡ്യൂറേഷനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്.
അടുത്ത ബേസിക് ടേം ഇൻകം ആണ്. ഇൻകം ടാക്സിൻ്റെ കോർ എന്ന് പറയുന്നത് ഇൻകം ആണ് അല്ലേ. സെക്ഷൻ 2 സബ്സെക്ഷൻ 24. ഇൻകം മീൻസ് പീരിയോഡിക്കൽ മോണിറ്ററി റിട്ടേൺസ് കമ്മിങ് ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മോണിറ്ററി റിട്ടേൺസിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. The term income is not defined in Income Tax Act except it states what are included in income. അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ ഇൻകം എന്താണ് എന്നതിനെ കുറിച്ചൊരു പർട്ടിക്കുലർ ഡെഫിനിഷൻ ഇല്ല. പക്ഷേ എന്തൊക്കെ ആ ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബേസിക് ടേം ഗ്രോസ് ടോട്ടൽ ഇൻകം. It means the aggregate of 5 heads of income of an assessee during the previous year computed according to the provisions of the Act before making any deductions under Chapter 6A, that's Section 80C to 80U. അതായത് 5 heads of income aggregate ആണ്. പക്ഷേ നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിലെ ചാപ്റ്റർ 6A പറയുന്ന ഡിഡക്ഷൻസ് നടത്തുന്നതിന് മുന്നേയുള്ള ഇൻകം ആയിരിക്കും അത്. ഇനി ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ അഗ്രിഗേറ്റ് ഓഫ് 5 heads of income computed according to the provisions of the Act after making the deductions under Chapter 6A. അതായത് ചാപ്റ്റർ 6A പറയുന്ന ഡിഡക്ഷൻസ് കഴിഞ്ഞുള്ള വരുമാനത്തിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഓഫ് 5 heads of income ആണ് ബിഫോർ മേക്കിംഗ് ദ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഓഫ് 5 heads of income ആണ്, പക്ഷേ ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A. ഇനി നമുക്ക് നോക്കേണ്ട ജനറൽ ചാർജിങ് സെക്ഷൻ 4. അതായത് ഇൻകം ടാക്സ് ആക്ടിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഈസ് ആൻ ആനുവൽ ടാക്സ് ഓൺ ഇൻകം. അപ്പോൾ വാർഷിക വരുമാനത്തിൽ ചുമത്തപ്പെടുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത പോയിന്റ്, ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ ഫോളോയിങ് അസസ്മെന്റ് ഇയർ അറ്റ് ദ റേറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ ദാറ്റ് അസസ്മെന്റ് ഇയർ. അപ്പോൾ അസസ്മെന്റ് ഇയറിൽ നമ്മൾ ടാക്സ് റേറ്റ്സ് അനുസരിച്ച് ടാക്സ് കൊടുക്കണം. ഏത് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ്, ടാക്സ് റേറ്റ്സ് ആർ ഫിക്സ്ഡ് ബൈ ആനുവൽ ഫിനാൻസ് ആക്ട്. അപ്പോൾ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ് നമ്മൾ പഠിച്ചു? ആനുവൽ ഫിനാൻസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 അനുസരിച്ച് നമ്മൾ പഠിച്ചു, പേഴ്സണെ കുറിച്ച് പഠിച്ചു അല്ലേ. ഏതൊക്കെ കാറ്റഗറിയാണ് പേഴ്സൺ എന്ന് പറയുന്ന ബേസിക് ടേംസിൽ വരുന്നതെന്ന് പഠിച്ചു. അപ്പോൾ അത്രയും ആൾക്കാരിലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ലാസ്റ്റ്, ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദ ടോട്ടൽ ഇൻകം ഓഫ് എവറി പേഴ്സൺ കമ്പ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. അപ്പോൾ ടാക്സ് അല്ലെങ്കിൽ നികുതി ചുമത്തുന്ന ഏതിലായിരിക്കും? ടോട്ടൽ ഇൻകത്തിലായിരിക്കും. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഓഫ് 5 heads of ഇൻകത്തിൽ നിന്നും ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കഴിഞ്ഞുള്ള ഇൻകത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്നത് ഇൻകം ടാക്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ്. The scope of total income of an assessee is determined with reference to his or her residential status in the previous year. അപ്പോൾ പ്രീവിയസ് ഇയറിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ബേസിലാണ് അയാളുടെ ടോട്ടൽ ഇൻകം നമ്മൾ കണക്കാക്കുന്നത്. The residential status of an individual is determined on the basis of 2 conditions. 2 കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുന്നത്. ഒന്ന് ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 അനുസരിച്ച് the assessee is in India for a period of 182 days or more during the previous year. പ്രീവിയസ് ഇയറിൽ
182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ the assessee has been in India for 365 days or more during 4 years immediately preceding the previous year and has been in India for a period of 60 days during the previous year. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ദിവസമോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് ബേസിക് കണ്ടീഷൻ. ഇപ്പൊ ഈ ബേസിക് കണ്ടീഷനിൽ പറയുന്ന 60 ദിവസം, അതായത് 60 ഡേയ്സ് മെൻഷൻ ഹിയർ വിൽ ബി എക്സ്റ്റെൻഡഡ് ടു 182 ഡേയ്സ് ഇൻ ദ ഫോളോയിങ് കേസസ്. അപ്പോൾ താഴെ പറയുന്ന കേസസിൽ നമ്മൾ ഈ 60 ദിവസം എന്നുള്ളത് 182 ദിവസമായിട്ട് മാറാം. ഏതൊക്കെയാണ് കേസസ് നോക്കാം. An individual who is an Indian citizen leaves India in any previous year as a member of the crew of an Indian ship or for the purpose of employment outside India. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ അയാൾ കപ്പലിലെ ഒരു ക്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വർക്കർ ആണെങ്കിൽ അയാൾക്ക് ഈ 60 ദിവസം എന്നുള്ളത് 182 ദിവസമായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ഔട്ട്സൈഡിൽ എംപ്ലോയ്മെന്റിന് പോവുകയാണെങ്കിലും ഈ 60 ദിവസം എന്നുള്ളത് 182 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതിൽ രണ്ടാമത്തെ കണ്ടീഷൻ, ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു കംസ് ഓൺ a visit to India in any previous year. അതായത് പ്രീവിയസ് ഇയറിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനിലുള്ള ഒരു സിറ്റിസൺ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ അയാൾക്കും ഈ 60 ദിവസം എന്നുള്ളത് 182 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കപ്പെടും. ഇനി അഡീഷണൽ കണ്ടീഷൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 അനുസരിച്ച് the assessee has been resident in India at least 2 out of 10 years immediately preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, assessee has been in India for at least 730 days in all during 7 years immediately preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നതിനുള്ള കണ്ടീഷൻസ് പഠിച്ചു അല്ലെ, ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും. ഇനി എങ്ങനെ നമുക്ക് ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കും എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ മേ ബി ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? When an assessee satisfies any one of the basic conditions and both the additional conditions, he is said to be ordinarily resident. അപ്പോൾ ഒരു അസസി ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണവും 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അയാളെ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയാം. നോട്ട് ഓർഡിനറി റെസിഡന്റ്, when an assessee satisfies any one of the basic conditions and failed to satisfy both the additional condition, he is said to be not ordinarily resident. അതായത് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻസ് മാത്രമേ അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അയാളെ നോൺ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയാം. നോൺ റെസിഡന്റ്, when a person failed to satisfy both the basic conditions, he is said to be not resident. അപ്പോൾ 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അയാളെ നമുക്ക് നോൺ റെസിഡന്റ് എന്ന് പറയാം. ഇനി നമുക്ക് ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത 1-2 കാര്യങ്ങളൂടെ പഠിക്കാം. ഒന്നാമത്തത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പാൻ മീൻസ് 10-digit alphanumeric number issued by the income tax department in the form of a laminated card. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു അസസിക്ക് നൽകുന്ന 10-digit alphanumeric നമ്പറിലുള്ള ഒരു കാർഡാണ്, ലാമിനേറ്റഡ് കാർഡാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ. അതായത് ആൽഫബറ്റ്സും കാണും നമ്പേഴ്സും കാണും, അങ്ങനെയുള്ള 10 ഡിജിറ്റ് നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡാണ് ഏത്? പെർമനന്റ് അക്കൗണ്ട് നമ്പർ.
ഇനി ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് ടാക്സ് പേയേഴ്സ് try to reduce their tax by concealing income, inflation of expenses, falsification of accounts, and willful violation of provisions of the Income Tax Act is known as tax evasion. അതായത് തെറ്റായ രീതികളിൽ കൂടെ ടാക്സ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന രീതിയെയാണ് എന്ത് പറയുന്നത്, ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ തെറ്റായ രീതികൾ എന്ന് പറയുമ്പം ഏതൊക്കെയായിരിക്കാം? ഒന്നെന്ന് പറയുന്നത് കൺസീലിംഗ് ഇൻകം, ഉള്ള വരുമാനം മറച്ചു വെക്കുക. ഇൻഫ്ലേഷൻ ഓഫ് എക്സ്പെൻസസ്, ചിലവുകൾ കൂട്ടിക്കാണിക്കുക. ഫാൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട്സിൽ തിരിമറികൾ വരുത്തുക. വിൽഫുൾ വയലേഷൻ ഓഫ് പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ്, ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിക്കുക. അപ്പൊ ഈ രീതിയിൽ മനഃപൂർവ്വമായിട്ട് ടാക്സ് തെറ്റായ രീതികളിൽ കൂടെ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഇനി ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് ഈസ് ദ യൂസ് ഓഫ് ലൂപ്ഹോൾസ് ഇൻ ദ ലോ ടു റെഡ്യൂസ് ദ ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി നിയമത്തിലെ പഴുതുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് നമ്മുടെ ടാക്സ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാലോ നിയമത്തിന് പുറത്തു നിന്ന്, അത് നിയമത്തിനെ ധിക്കരിച്ചുകൊണ്ട് ടാക്സ് കുറയ്ക്കാനുള്ള ശ്രമമാണ് ടാക്സ് ഇവേഷൻ. ലാസ്റ്റ്, ടാക്സ് പ്ലാനിംഗ്. The arrangement of financial activities to avail maximum tax benefits as provided in the Income Tax Act. നമുക്കറിയാം പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി നമ്മൾ നിശ്ചയിക്കുക നമ്മുടെ ഇൻകം എത്രയൊക്കെ ആയാൽ നമുക്ക് ടാക്സ് എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ടേംസ്. അപ്പോൾ ഒരുവിധം ഈ സെക്കൻഡ് യൂണിറ്റ്, ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റ് ഒരുവിധം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നന്ദി.